ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂൾസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ 20 റൂൾസിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ 15 റൂൾസ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 5 റൂൾസാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് സെഷനാണ്. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ റൂൾ, അതായത് റൂൾ നമ്പർ 16 നൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റൂളാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാനൊരു സെറ്റ് ഓഫ് വേർഡ്സ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ്, ട്രൗസേഴ്സ്, സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, സ്റ്റോക്കിങ്സ്. ഓക്കെ, ഒരു കാറ്റഗറി ഓഫ് നൗൺസ് തന്നിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. എന്നാലും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ്, ഓക്കെ, ഈ ഒരു സെറ്റിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ? എന്തായിരിക്കാം? ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ, ഇതിനെ തന്നെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു ഗ്രൂപ്പിനെ തന്നെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കാറ്റിൽ തൊട്ട് അടുത്തത് പോലീസ് വരെ. കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ്. ഓക്കെ, ഇത്രയും ഞാൻ ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അടുത്തതിന് ഞാൻ ട്രൗസേഴ്സ് തൊട്ട് സ്റ്റോക്കിങ്സ് വരെ മറ്റൊരു കാറ്റഗറി. എന്തായിരിക്കും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ് ഇതൊക്കെ ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺ അല്ലേ. അതായത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പായിരിക്കും. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? പ്ലൂറലാ അല്ലേ, അത് നമുക്കറിയാം. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? സിസേഴ്സ്, ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, സ്റ്റോക്കിങ്സ്, ബൈനോക്കുലേഴ്സ് അല്ലേ. ഇതെല്ലാം രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ? പെയറാണ് അല്ലേ. ഒരേപോലത്തെ 2 പാർട്സ് ഉണ്ട്, 2 ഐഡൻറ്റിക്കൽ പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് പെയറാണ്. അപ്പോൾ ഒരേപോലത്തെ 2 ഐഡൻറ്റിക്കൽ പാർട്സ് ആണെങ്കിൽ, 2 എന്ന് പറയുന്നതും പ്ലൂറൽ അല്ലേ അല്ലേ. സോ ഒന്നെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ പെയർ ആയിരിക്കും. ഇത് രണ്ടും എന്താണ്? പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നൗൺസ് പ്ലൂറലാണ്. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ ഗ്രൂപ്പ്. ഏത് വന്നു കഴിഞ്ഞാലും അതൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ 2. 2 എന്ന് പറയുന്നത് എന്താണെങ്കിലും പ്ലൂറൽ അല്ലേ. അപ്പം റൂളായിട്ട് പറയണമെങ്കിൽ ഈ നൗൺസ് എല്ലാം പ്ലൂറലാണ്, അത്രയേ ഉള്ളൂ. കളക്റ്റീവ് നൗൺ അല്ലെങ്കിലും ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്ലൂറലാണ്. എന്നാൽ കളക്റ്റീവിനകത്ത് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ അടുത്തത് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയർ എന്ന് പറയുന്നതും എന്താണ്? അതും 2 ആയതുകൊണ്ട് പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ദ കാറ്റിൽ ഈസ് ഗ്രേസിങ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ദ കാറ്റിൽ ഈസ് ഗ്രേസിങ്. കാറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പാണ് അല്ലേ. എന്നിട്ട് ഇസ് എന്ന് കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. സോ ദ കാറ്റിൽ ആർ ഗ്രേസിങ്, മേഞ്ഞ് നടക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബ് പ്ലൂറൽ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും പ്ലൂറലാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറലായിരിക്കും. അടുത്ത്, പോലീസ് ഹാസ് കൺട്രോൾഡ് ദ സിറ്റുവേഷൻ. പോലീസ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ നിങ്ങൾ പോലീസ് എന്ന് കണ്ടാലും ഓക്കെ, ആ ഒരു ഗ്രൂപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, പോലീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസ് ഹാസ് അല്ല ഹാവ് എന്ന് വരണം. ഓക്കെ, അതല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളതിനെ സിംഗുലറായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് മാൻ എന്നോ പോലീസ് ഓഫീസർ എന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പറയണം, എങ്കിൽ അത് ഒരാളാണ്. അതല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഗ്രൂപ്പിനെയാണ് അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, പോലീസ് ഹാവ് കൺട്രോൾഡ് ദ സിറ്റുവേഷൻ എന്ന് വരും. അടുത്ത്, വേർ ഇസ് മൈ ട്രൗസേഴ്സ്. ഞാൻ പറഞ്ഞു ഒരേപോലത്തെ 2 പാർട്സ് ഉണ്ട്, ഐഡൻറ്റിക്കൽ പാർട്സ് ഉണ്ട്. അപ്പോൾ 2 പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഇസ് അല്ല, അവിടെ ആറാണ്. ഓക്കെ, വെർ ആർ മൈ ഷൂസ്, വെർ ആർ മൈ പാൻസ് അല്ലേ. ഇതെല്ലാം ഒരേപോലത്തെ 2 പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ, വെർബ് പ്ലൂറൽ. അപ്പോൾ റൂളായിട്ട് പറയണമെങ്കിൽ ഈ നൗൺസ് എല്ലാം എന്താണ്? ഈ നൗൺസ് എല്ലാം പ്ലൂറലാണ്. അതൊന്നെങ്കിൽ ഗ്രൂപ്പായിട്ട് വരാം, അതല്ലെങ്കിൽ പെയർ ആയിട്ട് വരാം. സ്പെക്ടക്കിൾസ് ഇസ് എ കോസ്റ്റ്ലി ഐറ്റം. സ്പെക്ടക്കിൾസ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, സ്പെക്ടക്കിൾസ് എന്ന് പറയാം, അതിൽ പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വേർബ് പ്ലൂറലാണ്. ആർ എ കോസ്റ്റ്ലി ഐറ്റം എന്ന് കൊടുക്കണം. സ്പെക്ടക്കിൾസ് ആർ എ കോസ്റ്റ്ലി ഐറ്റം എന്ന് വരും. ഓക്കെ, അത് സ്പെക്ടക്കിൾ അല്ല, സ്പെക്ടക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 16th റൂൾ. അപ്പോൾ ഈ നൗൺസ് എല്ലാം പ്ലൂറലായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ പെയർ, 2 ആയിരിക്കും, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, എനിക്ക് അടുത്ത റൂളിലോട്ട് പോകാം. ഈ 20 റൂൾസ് മാത്രം പഠിച്ചാൽ മതിയോ? ഈ 20 റൂൾസ് മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ, ഒരുപാട് നമുക്ക് ഇനിയുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന 100 അല്ലെങ്കിൽ 120 റൂൾസിൻ്റെ സെഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട
20 റൂൾസ് ആണ്. അപ്പം ഇനിയുണ്ട് ഒരു മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 50 റൂൾസ് അല്ലെങ്കിൽ 80 റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഈ 20 റൂൾസ് ആയാലും പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ടെൻസിൽ നിന്നുള്ളൊരു റൂളാണ്. ഓക്കെ, വളരെ സിമ്പിൾ റൂളാണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളും കൂടെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, സിമ്പിൾ പ്രസൻറ്റ്. നമുക്ക് ടെൻസസ് 3 ടെൻസസ് ഉണ്ട് അല്ലേ? പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ അതിൽ പ്രസൻറ്റിലെ മെയിൻ ഒരാളാണ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് എന്നും പറയാം, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്നും പറയാം. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്ന് വേണം. ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂൾസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ 20 റൂൾസിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ 15 റൂൾസ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 5 റൂൾസാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് സെഷനാണ്. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ റൂൾ, അതായത് റൂൾ നമ്പർ 16, നൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റൂളാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാനൊരു സെറ്റ് ഓഫ് വേർഡ്സ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ്, ട്രൗസേഴ്സ്, സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, സ്റ്റോക്കിങ്സ്. ഓക്കെ, ഒരു കാറ്റഗറി ഓഫ് നൗൺസ് തന്നിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. എന്നാലും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ്, ഓക്കെ, ഈ ഒരു സെറ്റിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ? എന്തായിരിക്കാം? ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ, ഇതിനെ തന്നെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു ഗ്രൂപ്പിനെ തന്നെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കാറ്റിൽ തൊട്ട് അടുത്തത് പോലീസ് വരെ. കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ്. ഓക്കെ, ഇത്രയും ഞാൻ ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അടുത്തതിന് ഞാൻ ട്രൗസേഴ്സ് തൊട്ട് സ്റ്റോക്കിങ്സ് വരെ മറ്റൊരു കാറ്റഗറി. എന്തായിരിക്കും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? കാറ്റിൽ, പീപ്പിൾ, ക്ലർജി, പോലീസ് ഇതൊക്കെ ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺ അല്ലേ? അതായത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പായിരിക്കും. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? പ്ലൂറല അല്ലേ? അത് നമുക്കറിയാം. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? സിസേഴ്സ്, ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, സ്റ്റോക്കിങ്സ്, ബൈനോക്കുലേഴ്സ് അല്ലേ? ഇതെല്ലാം രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ? പെയറാണ് അല്ലേ? ഒരേപോലത്തെ 2 പാർട്സ് ഉണ്ട്, 2 ഐഡൻറ്റിക്കൽ പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് പെയറാണ്. അപ്പോൾ ഒരേപോലത്തെ 2 ഐഡൻറ്റിക്കൽ പാർട്സ് ആണെങ്കിൽ, 2 എന്ന് പറയുന്നതും പ്ലൂറൽ അല്ലേ? സോ ഒന്നെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ പെയർ ആയിരിക്കും. ഇത് രണ്ടും എന്താണ്? പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നൗൺസ് പ്ലൂറലാണ്. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ ഗ്രൂപ്പ്. ഏത് വന്നു കഴിഞ്ഞാലും അതൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ 2. 2 എന്ന് പറയുന്നത് എന്താണെങ്കിലും പ്ലൂറൽ അല്ലേ? അപ്പം റൂളായിട്ട് പറയണമെങ്കിൽ ഈ നൗൺസ് എല്ലാം പ്ലൂറലാണ്. അത്രയേ ഉള്ളൂ. കളക്റ്റീവ് നൗൺ അല്ലെങ്കിലും ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്ലൂറലാണ്. എന്നാൽ കളക്റ്റീവിനകത്ത് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ അടുത്തത് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയർ എന്ന് പറയുന്നതും എന്താണ്? അതും 2 ആയതുകൊണ്ട് പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ദ കാറ്റിൽ ഈസ് ഗ്രേസിങ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ദ കാറ്റിൽ ഈസ് ഗ്രേസിങ്. കാറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പാണ് അല്ലേ? എന്നിട്ട് ഇസ് എന്ന് കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. സോ ദ കാറ്റിൽ ആർ ഗ്രേസിങ്, മേഞ്ഞ് നടക്കുന്നു എന്നാണ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മുടെ വേർബ് പ്ലൂറലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും പ്ലൂറലാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറലായിരിക്കും. അടുത്ത്, പോലീസ് ഹാസ് കൺട്രോൾഡ് ദ സിറ്റുവേഷൻ. പോലീസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോൾ നിങ്ങൾ പോലീസ് എന്ന് കണ്ടാലും ഓക്കെ, ആ ഒരു ഗ്രൂപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, പോലീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസ് ഹാസ് അല്ല ഹാവ് എന്ന് വരണം. ഓക്കെ, അതല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളതിനെ സിംഗുലറായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് മാൻ എന്നോ പോലീസ് ഓഫീസർന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പറയണം, എങ്കിൽ അത് ഒരാളാണ്. അതല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഗ്രൂപ്പിനെയാണ് അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, പോലീസ് ഹാവ് കൺട്രോൾഡ് ദ സിറ്റുവേഷൻ എന്ന് വരും. അടുത്ത്, വേർ ഇസ് മൈ ട്രൗസേഴ്സ്. ഞാൻ പറഞ്ഞു ഒരേപോലത്തെ 2 പാർട്സ് ഉണ്ട്, ഐഡൻറ്റിക്കൽ പാർട്സ് ഉണ്ട്. അപ്പോൾ 2 പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഇസ് അല്ല, അവിടെ ആറാണ്. ഓക്കെ, വെർ ആർ മൈ ഷൂസ്, വെർ ആർ മൈ പാൻസ് അല്ലേ? ഇതെല്ലാം ഒരേപോലത്തെ 2 പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ, വെർബ് പ്ലൂറൽ. അപ്പോൾ റൂളായിട്ട് പറയണമെങ്കിൽ ഈ നൗൺസ് എല്ലാം എന്താണ്? ഈ നൗൺസ് എല്ലാം പ്ലൂറലാണ്. അതൊന്നെങ്കിൽ ഗ്രൂപ്പായിട്ട് വരാം, അതല്ലെങ്കിൽ പെയർ ആയിട്ട് വരാം.
സ്പെക്ടക്കിൾസ് ഇസ് എ കോസ്റ്റ്ലി ഐറ്റം. സ്പെക്ടക്കിൾസ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, സ്പെക്ടക്കിൾസ് എന്ന് പറയാം, അതിൽ പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് പ്ലൂറൽ ആണ്. ആർ എ കോസ്റ്റ്ലി ഐറ്റം എന്ന് കൊടുക്കണം. സ്പെക്ടക്കിൾസ് ആർ എ കോസ്റ്റ്ലി ഐറ്റം എന്ന് വരും. ഓക്കെ, അത് സ്പെക്ടക്കിൾ അല്ല, സ്പെക്ടക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 16th റൂൾ. അപ്പോൾ ഈ നൗൺസ് എല്ലാം പ്ലൂറലായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ പെയർ, രണ്ടെണ്ണം ആയിരിക്കും, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, എനിക്ക് അടുത്ത റൂളിലോട്ട് പോകാം. ഈ 20 റൂൾസ് മാത്രം പഠിച്ചാൽ മതിയോ? ഈ 20 റൂൾസ് മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ, ഒരുപാട് നമുക്ക് ഇനിയുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന 100 അല്ലെങ്കിൽ 120 റൂൾസിൻ്റെ സെഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 20 റൂൾസാണ്. അപ്പം ഇനിയുണ്ട്, ഒരു മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 50 റൂൾസ് അല്ലെങ്കിൽ 80 റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഈ 20 റൂൾസ് ആയാലും പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ടെൻസിൽ നിന്നുള്ളൊരു റൂളാണ്. ഓക്കെ, വളരെ സിമ്പിൾ റൂളാണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളും കൂടെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, സിമ്പിൾ പ്രസൻറ്റ്. നമുക്ക് ടെൻസസ് 3 ടെൻസസ് ഉണ്ട് അല്ലേ? പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ അതിൽ പ്രസൻറ്റിലെ മെയിൻ ഒരാളാണ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് എന്നും പറയാം, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്നും പറയാം. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് എന്നോ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്നോ വേണമെങ്കിൽ പറയാം. ഓക്കെ, രണ്ട് രീതിയിലും വരാം. ഇനി ആദ്യം തന്നെ അതിൻ്റെ ടെൻസ്, ഈ സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ള ഈ ടെൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. പ്രസൻറ്റ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യുക. നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ഓഫ് വേർബ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്? V1 ഫോം, പ്രസൻറ്റ് ഫോം. ഓക്കെ, ശരി. ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്യും? നമുക്ക് ഫോമൊക്കെ മനസ്സിലായി, പ്രസൻറ്റ് ഫോം ഓഫ് വേർബ് ആണ്. ഇപ്പോൾ ഷീ സിങ്സ്, ദേ ഡാൻസ്, വി സ്റ്റഡി, യു കുക്ക്, ഐ ലേൺ, ദേ ടീച്ച് അല്ലേ? ഷീ ടീച്ചേഴ്സ്, അതൊക്കെ നമുക്കറിയാം. സെൻറ്റൻസിൻ്റെ ആ പറയുന്ന ടെൻസിൻ്റെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് എവിടെ യൂസ് ചെയ്യും? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എവിടെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? 4 ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഞാൻ പറയാണ്. പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന 4 ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എക്സാമ്പിൾസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ്. അതെന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആയിരിക്കും? അതൊരു ഹാബിറ്റാണ് അല്ലേ? ഞാൻ സാധാരണ രാവിലെയാണ് ബ്രഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഹാബിറ്റാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ ഒരു റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഹാബിറ്റ്. ഓക്കെ, ശരി. അടുത്ത്, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതെന്തുവാ? ഒരു ഫാക്റ്റാണ് അല്ലേ? അതൊരു ഫാക്റ്റ്. നമുക്കത് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 1 + 1 = 2 അല്ലേ? അല്ലെങ്കിൽ 4 and 4 = 8. അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? പിന്നെ ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, ഇതൊക്കെ എന്താണ്? ഫാക്റ്റാണ്. ഈ ഫാക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അഗെയിൻ, സി ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അതെന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, പ്രപഞ്ച സത്യം, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ശരി. അടുത്ത, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. അതെന്താ? പ്രോവേർബ് ആണ് അല്ലേ? പഴഞ്ചൊല്ല്, പ്രോവേർബ്. അപ്പോൾ ഈ 4 കാറ്റഗറി ഓഫ് സെൻറ്റൻസസ് ഞാൻ തന്നു. ഈ 4 കാറ്റഗറി നിങ്ങൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഹാബിറ്റ് ആയിരിക്കണം, ഒരു റെഗുലർ റുട്ടീൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റ് ആയിരിക്കണം, അതും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കണം, അതും അല്ലെങ്കിൽ അതൊരു പ്രോവേർബ് ആയിരിക്കണം. അപ്പോൾ ഈ 4 കേസസിൽ ഏത് ടെൻസ് യൂസ് ചെയ്യണം? 1 and only സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്ന് പറയാം. ഇനി അത് സെൻറ്റൻസിൽ നമുക്കൊന്ന് നോക്കാം. ഐ യൂഷ്വലി ബ്രഷ്. കണ്ടോ? ബ്രഷ് എന്ന് കിടക്കുന്നത് കണ്ടോ? ചിലപ്പോൾ ബ്രഷ് എന്നൊക്കെ അല്ലെങ്കിൽ വിൽ ബ്രഷ് എന്നൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. അത് ശ്രദ്ധിച്ചോണം. ബ്രഷ് എന്ന് പറയുമ്പം സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അടുത്ത്, വാട്ടർ ബോയിൽസ്. കണ്ടോ? ബോയിൽഡ് എന്നാണോ കൊടുത്തേ? അല്ല, ബോയിൽസ്. പ്രസൻറ്റ് ടെൻസ് അല്ലേ? അതാണ് V1 ഫോം.
അടുത്ത ദ സൺ റൈസസ്, ദ സൺ റോസ് അല്ല, ദ സൺ റൈസസ്. കണ്ടോ, ഇതെന്താണ്? ഇതും പ്രസന്റ് ടെൻസ് ആണ്. ദ സൺ റൈസസ്. അടുത്ത ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. വെയിറ്റ്സ്. കണ്ടോ, ഇവിടെ എന്താണ്? വെയിറ്റഡ് എന്നാണോ അല്ലെങ്കിൽ ഹാസ് ബീൻ വെയിറ്റിംഗ് എന്നാണോ? അല്ല. അപ്പോൾ ഈ പറയുന്ന 4 കേസസ് ഏതൊക്കെയാ? ഹാബിറ്റ്, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് പ്രോവർബ്. ഈ 4 കേസസിലും നമ്മുടെ ടെൻസ് എന്തായിരിക്കണം? സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, യെസ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പ്രീവിയസ് 3 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത റൂള്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂളാണ്. അതും റെസിപ്രോക്കൽ പ്രൊനൗൺസിൻ്റെ ഒരു റൂളാണ്. റെസിപ്രോക്കൽ പ്രൊനൗൺസിൻ്റെ ഒരു റൂളാണ്. നോക്കാം. റെസിപ്രോക്കൽ പ്രൊനൗൺസ് നമുക്ക് 2 എണ്ണം ഉണ്ട്. വി ഹാവ് 2 റെസിപ്രോക്കൽ പ്രൊനൗൺസ്. ആരൊക്കെയാ? ഒന്ന് ഈച്ച് അതർ. ഓക്കെ, ഒന്ന് ഈച്ച് അതർ. അടുത്തതാരാ? വൺ അനദർ. അടുത്തത് വൺ അനദർ. ഇങ്ങനെ 2 റെസിപ്രോക്കൽ പ്രൊനൗൺസ് നമുക്ക് ഉണ്ട്. ഈച്ച് അതറും ഉണ്ട്, വൺ അനദറും ഉണ്ട്. ഇങ്ങനെ 2 റെസിപ്രോക്കൽ പ്രൊനൗൺസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇത് എവിടെ അപ്ലൈ ചെയ്യും? വെരി സിമ്പിൾ. 2 എൻറ്റിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യും. മോർ ദാൻ 2 ആണെങ്കിൽ വൺ അനദർ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഉപയോഗിക്കേണ്ടത്. 2 എൻറ്റിറ്റീസ് ആണെങ്കിൽ ഈച്ച് അതറും, 2ൽ കൂടുതലാണെങ്കിൽ വൺ അനദറും യൂസ് ചെയ്യാം. അപ്പോൾ 2 എൻറ്റിറ്റീസ് ആണെങ്കിൽ ഈച്ച് അതർ, മോർ ദാൻ 2 ആണെങ്കിൽ വൺ അനദറും യൂസ് ചെയ്യാം. ഓക്കെ, ഈ 2 എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 പേഴ്സൺസ് ആവാം, 2 ഒബ്ജക്ട്സ് ആവാം. അതുകൊണ്ടാണ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സാധനങ്ങൾ അല്ലെങ്കിൽ 2 ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ഈച്ച് അതർ മാത്രം യൂസ് ചെയ്യാം. മോർ ദാൻ 2 ആണെങ്കിൽ വൺ അനദർ യൂസ് ചെയ്യാം. എന്നാൽ എക്സാമ്പിൾ നോക്കാം. ബാ, the men were quarreling with one another. the men എത്ര പേരുണ്ട് നമുക്കറിയാവോ? ഇല്ല, 2 പേരേ ഉള്ളോ? എന്താ ഗ്യാരണ്ടി? ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പേര് കാണും അല്ലേ? എത്ര പേര് കാണും, എത്ര മെൻ കാണും, നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല. ആ സെൻറ്റൻസിനകത്ത് ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മോർ ദാൻ 2. 2 കൂടുതൽ ഉറപ്പായിട്ടും ഉണ്ട്. 2 ആയിരുന്നെങ്കിൽ ക്വസ്റ്റനിൽ എടുത്ത് പറഞ്ഞേനെ. ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മോർ ദാൻ 2. മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? വൺ അനദർ. സി, വൺ അനദർ. ദ മെൻ വർ ക്വാർലിംഗ് വിത്ത് വൺ അനദർ. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. The 2 men were quarreling with each other. The 2 men. 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഉറപ്പിച്ചോ, each other. The 2 men were quarreling with each other. അപ്പോൾ 2 ആണെങ്കിൽ each, 3ഓ 4ഓ അല്ലെങ്കിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് 2ൽ കൂടുതലായിരിക്കും വൺ അനദർ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം നമുക്ക് മോർ ദാൻ 2 എന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം എന്താ മൈ ഹാൻഡ്സ്, മൈ 2 ഹാൻഡ്സ് എന്ന് എടുത്ത് പറയണോ? വേണ്ട അല്ലേ? ഐസ്, ഇത് 2 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയാം അത് 2 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല 2 എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ 2 ആണെങ്കിൽ എടുത്ത് പറയാം, അല്ലാത്തതെല്ലാം വൺ അനദർ, അങ്ങനെയല്ല. ഇപ്പോൾ ഹാൻഡ്സും ലെഗ്സും ഒക്കെ നമുക്ക് അറിയാമല്ലോ 2 ആണെന്നുള്ളത്. അപ്പോൾ അൺലെസ് സ്പെസിഫൈഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് 2 ആണെന്ന്. ഇപ്പോൾ ഗേൾസ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാലോ, വെറുതെ ഗേൾസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 2 പേരാണെന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. സിസ്റ്റേഴ്സ് എത്ര പേര് കാണും അല്ലേ? അത് സെയിം ഫാമിലിയിലാവാം അല്ലെങ്കിൽ കസിൻസ് ആവാം. അപ്പോൾ വെറുതെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റേഴ്സ് വർ ക്വാർലിംഗ് വിത്ത് വൺ അനദർ, കാരണം 2 സിസ്റ്റേഴ്സ് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് 2ൽ കൂടുതലായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്കത് അറിയണം, നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അത് 2 ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഹാൻഡ്സോ ലെഗ്സോ പോലെ. ക്ലിയർ? So for 2 entities we use each other. For more than 2 we use one another, and they are known as reciprocal pronoun. Clear? Yes. And ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെറാന്ത റീസൻ്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് ഈ പറയുന്ന 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. സോ ഇനിഷ്യലി നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും തരുന്നത്. ആ ക്ലാസ്സസിൻ്റെ കൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല ലെവൽസിലുള്ള സർക്കിൾസ് ആയിരിക്കും. ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, പിന്നെ സൂപ്പർ ബാച്ച്, പിന്നെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിനകത്താണ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്ക് ഇൻ്റർവ്യൂസും കാണും. അപ്പോൾ ഇങ്ങനെ ബാങ്കിൻ്റെയും SSCയുടെയും ക്ലാസ്സസ് ആണ് വെറാന്ത റേസിലുള്ളത്. അപ്പോൾ അഡ്മിഷൻസിന് വേണ്ടി ഓഫ്ലൈൻ ഓൺലൈൻ 2ൻ്റെയും നമ്പേഴ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, വിളിക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടി ഇനി എല്ലാത്തിനും നമുക്ക് അധികം സമയമൊന്നുമില്ല. ഇപ്പോൾ CGLൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ MTSൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
എല്ലാം വളരെ പെട്ടെന്നാണ്, അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്ത 2 റൂൾസും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഓക്കെ, സോ റൂൾ നമ്പർ 19. യെസ്, ഇതെന്താ? നെയിംസ് ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, പ്ലെയിൻസ്, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ഇവർക്കൊക്കെ എന്താണ് സ്പെഷ്യാലിറ്റി? ഇവരുടെ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, പ്ലെയിൻസ്, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, എല്ലാത്തിൻ്റെയും പേരിൻ്റെ കൂടെ ദ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാത്തിൻ്റെയും പേരിൻ്റെ കൂടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നെയിംസിൻ്റെ കൂടെ നിങ്ങൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുടെ കൂടെ മാത്രം യൂസ് ചെയ്താൽ മതിയോ? പോരാ, നമുക്കൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അതിൽ ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഷിപ്പിൻ്റെ എക്സാമ്പിൾ എന്താ? ടൈറ്റാനിക് അല്ലേ? നമുക്ക് എന്ത് പറയാം? ദ ടൈറ്റാനിക്. ചുമ്മാ ടൈറ്റാനിക് എന്ന് പറയരുത്, ദ ടൈറ്റാനിക്. ഓക്കെ, ട്രെയിൻ ആരാ? ദ വന്ദേ ഭാരത് അല്ലേ? ദ വേണാട്, ദ ജനശതാബ്ദി, എല്ലാ ട്രെയിനിൻ്റെ നെയിംസിൻ്റെ കൂടെയും ദ യൂസ് ചെയ്യാം. പിന്നെ പ്ലെയിൻ, ഓക്കെ, ദി എമിറേറ്റ്സ് അല്ലേ? അല്ലെങ്കിൽ ദി എത്തിഹാദ്, ദി എയർ ഇന്ത്യ, ദ ഫ്ലൈ ദുബായ്, ഏതൊക്കെ പ്ലെയിൻസ് അറിയാവോ എല്ലാത്തിൻ്റെ നെയിംസിൻ്റെ കൂടെ ദ യൂസ് ചെയ്യാം. പിന്നെ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ഏതാ? ദി ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, അതേപോലെ മാഗസിൻസ്, ദ വീക്ക്, ദ ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസിൻ്റെ നെയിംസിൻ്റെ കൂടെ ദ യൂസ് ചെയ്യുക. അപ്പോൾ ഷിപ്പോ, ട്രെയിനോ, പ്ലെയിനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ഇത്ര എണ്ണത്തിൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. അപ്പം ആർട്ടിക്കിൾ ദ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ സ്പെസിഫൈ ചെയ്യുന്നോ, എവിടെയാണോ നമ്മൾ എടുത്തു പറയുന്നത്, അവിടെ നമ്മൾ ദ യൂസ് ചെയ്യും. അതല്ലാണ്ട് വേറെ പലയിടത്തും നമ്മൾ ദ യൂസ് ചെയ്യും. അതിലെ ജസ്റ്റ് ഒരു 5 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റൂൾസേ ഉള്ളോ? 20 റൂൾസേ ഉള്ളോ? ഒരിക്കലും അല്ല, 20 റൂൾസ്. ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂൾസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ 20 റൂൾസിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ 15 റൂൾസ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 5 റൂൾസാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് സെഷനാണ്. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട്